പോലീസിന്റെ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പൗരനാണ് ഞാൻ. ആ പ്രതിഷേധം ഇവിടെയും രേഖപ്പെടുത്തുന്നു. പക്ഷേ എം പി ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഇക്കാര്യം അത് രാഷ്ട്രീയമായ പിന്നെ ഒരു ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയമായ ചില പരത്തിപ്പറയൽ മാത്രമാണ്. അതിൽ വസ്തുതകൾക്ക് പകരം ഉണ്ടായത് ഭാവനാവിലാസങ്ങളാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോ പോലീസിനെതിരെ ഉയരുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് വടകര എം പി ആ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പി ഹരിപ്രസാദ് ഗ്രനേഡ് പിടിച്ച് ഇരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഗ്രനേഡ് സ്ക്വാഡ് വേറെ ഉണ്ടല്ലോ എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പരിക്കേറ്റത് പോലീസിന്റെ ഗ്രനേഡ് താഴെ വീണ് പൊട്ടിയിട്ടാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. എം പി അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ആശുപത്രി കിടക്കയിൽ വെച്ച് ഡിവൈഎസ്പി ചോദിക്കുന്നു. നമുക്കറിയാം, റൂറൽ എസ് പി ആദ്യം ലാത്തിചാർജേ ഉണ്ടായില്ല എന്ന് പറയുന്നു, പിന്നീട് പറയുന്നു പോലീസിലെ ചില ആളുകൾ കുഴപ്പമുണ്ടാക്കിയെന്ന് പറയുന്നു, ചില ആളുകൾ പ്രത്യേക ലക്ഷ്യം വെച്ച് കുഴപ്പമുണ്ടാക്കിയെന്ന് പോലീസിന് തന്നെ തോന്നുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇന്നിപ്പോ ശിക്ഷാ നടപടികൾക്ക് വിധേയനായ ഉദ്യോഗസ്ഥൻ ദുരൂഹമായി തിരിച്ചെത്തി എന്ന കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡറിൽ തന്നെ വടകര പോലെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. അയാളുടെ നേതൃത്വത്തിൽ ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസ് ഏത് നിലയിൽ ഇതിന് മറുപടി പറയുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പോലീസിനെ കൊണ്ട് മറുപടി പറയിക്കേണ്ടതായ പ്രശ്നവുമുണ്ട്. എങ്ങനെയാണ് ഈ ക്രിമിനലുകൾക്ക് കാക്കി കുപ്പായം കിട്ടുന്നത് എന്നതിന്റെയും പ്രശ്നമുണ്ട്. അതെ, അഭിലാഷ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇതിപ്പോ ഈ വിഷയത്തിൽ എന്നല്ല, പോലീസ് അതിക്രമങ്ങൾ ആരോടും, ഇത് ഷാഫി പറമ്പിൽ എന്ന എം പിക്ക് നേരെയല്ല, ഈ പാനലിരിക്കുന്ന ആർക്കാണെങ്കിലും ഏത് സാധാരണക്കാരാണെങ്കിലും ഞാൻ കഠിനമായി എതിർക്കും, പ്രതിഷേധിക്കും. നാളിതുവരെ ജീവിതത്തിലുടനീളം ഞാൻ ചെയ്തു പോന്നിട്ടുള്ളൂ. അങ്ങനെയാണ്, നാളെ അങ്ങനെയായിരിക്കും. പോലീസ് അതിക്രമങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ പോലുമോ ഇല്ല. ഒരു സംശയവും ഇക്കാര്യത്തിലും അത് തന്നെ എൻ്റെ കഠിനമായ പ്രതിഷേധം പോലീസ് അവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കാണാതിരിക്കാൻ കഴിയില്ല അഭിലാഷ്. എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം? ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഷാഫി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഫോക്കസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യൂക്ലിയസ് എന്തായിരുന്നു ആർഗ്യുമെന്റിന്റെ? ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പിന്നെ ഈ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥൻ പിരിച്ചുവിടപ്പെട്ട ആളാണ്. ഈ പിരിച്ചുവിടപ്പെട്ട ആളിനെ അയാൾ CPM പോലീസ് നക്സസിലെ കടുത്ത ഗുണ്ട സ്വഭാവമുള്ള ആളാണ്. ആ പിരിച്ചുവിടപ്പെട്ട അയാളെ തിരിച്ചെടുത്ത് കോഴിക്കോട് നിന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അയാളുടെ നേതൃത്വത്തിലാണ് പണി മുഴുവൻ നടന്നത്. ഇതാണ് വാദം. അത് ഞാൻ വെല്ലുവിളിച്ച് തന്നെ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള നൗഷാദിനോട് ചോദിക്കാം ഒരു കാര്യം. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അയാളെ ഡിസ്മിസ് ചെയ്തിട്ടില്ല. 16/1/2023 ഇയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ സസ്പെൻഷൻ ഓർഡർ എന്റെ കൈവശമുണ്ട്, ഞാൻ അഭിലാഷിന് അയച്ചു തരാം. തിരിച്ച് നൗഷാദ് അലിക്കോ ഷാഫി ജാലിയത്തിനോ ഇയാൾ ഡിസ്മിസ് ചെയ്തതിന്റെ ഒരു വരിയെങ്കിലും ഈ ചർച്ചയിൽ കാണിക്കാമെങ്കിൽ കാണിക്കണം. അത് ഞാൻ പിന്നെ അഹങ്കാരം കൊണ്ട് വെല്ലുവിളിക്കുകയൊന്നുമല്ല, ഉത്തരവാദിത്തോട് വെല്ലുവിളിക്കുകയാണ്. ആ സസ്പെൻഷൻ ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. നവംബറിൽ തിരിച്ചെടുത്തതിന്റെയും ഉത്തരവുണ്ട്. അത് പിന്നെ 16/1/2023 സസ്പെൻഡ് ചെയ്തത് മാത്രമാണ് ഉണ്ടായത്. പക്ഷെ MP പറയുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ഇത് എം പി പറഞ്ഞത് ശ്രീ ജയചന്ദ്രൻ മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ്. മാധ്യമങ്ങൾ 2023 ജനുവരി മാസത്തിൽ കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ, അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ 3 പോലീസുകാരെ പിരിച്ചുവിട്ടതായ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ അഭിലാഷ് ഡേവിഡ് ആണ്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ 2 ഗുരുതരമായ ആരോപണങ്ങൾക്ക് പാത്രമായിരുന്നു ഇദ്ദേഹം. ഒരു തവണ സസ്പെൻഷൻ ഉണ്ടായി, രണ്ടാമത്തെ തവണ ഡിസ്മിസൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസലിന് ആസ്പദമായ ഡിസ്മിസൽ മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. അതെ, ഞാൻ പറയട്ടെ, അഭിലാഷ് മോഹൻ എന്ന ജേർണലിസ്റ്റ് ഒരു സീസൺഡ് ജേർണലിസ്റ്റ് ആണല്ലോ. താങ്കൾ എത്രയോ കാലമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ താങ്കൾക്കാണ് ആ സസ്പെൻഷൻ ഉത്തരവ് അയച്ചു തരാമെന്ന് ഈ ചർച്ചയിൽ ഇപ്പൊ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു തവണ സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ പിന്നെ നടപടി ഉണ്ടാവില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? നാളെ ഡിസ്മിസലിന്റെ ഉത്തരവ് ആരെങ്കിലും കാണിച്ചാൽ അപ്പോ ഈ പറഞ്ഞത് മാറ്റുമോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മാറ്റുമല്ലോ, ഇത് നാളെ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നൗഷാദിലൂടെ ചോദിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് എത്രയോ ചർച്ചകളിൽ വരുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ പിന്നെ ചർച്ചയിൽ വെച്ചല്ല അഭിലാഷ് ചോദിക്കുന്നത്. സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അഭിലാഷ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് അഭിലാഷ് ഡേവിഡ്. അയാളെ ഡിസ്മിസ് ചെയ്തു എന്ന് ഇന്ന് വടകര MP ആണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്.
ഞാൻ അതിനെ ഞാൻ നിഷേധിക്കുന്നതും വിയോജിക്കുന്നതും വെല്ലുവിളിച്ച് ചോദിക്കുന്നതും ഞാൻ സസ്പെൻഷൻ ഉത്തരവ് അങ്ങോട്ട് അയച്ചു തരാം, അങ്ങ് നൗഷാദ് അലിയോട് ചോദിക്കുമോ ആ ഡിസ്മിസൽ ഉത്തരവ് ഒന്ന് തരൂ എന്ന് കാണിക്കാമോ? ഒന്ന്. രണ്ട്, ഇയാൾ ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നയാൾ റെയിൽവേ പോലീസ് ഇരിക്കുമ്പോഴാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ശ്രീകാര്യത്തിരിക്കുമ്പോഴല്ല. അദ്ദേഹത്തെ എന്തിനാണ് റെയിൽവേ പോലീസിലേക്ക് മാറ്റിയത്? അല്ല, പറയട്ടെ. റെയിൽവേ പോലീസിൽ ഇരിക്കുമ്പോഴാണ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചതിനോ അതല്ലെങ്കിൽ മോഷണം പിടിക്കാത്തതിനോ ഒക്കെ ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? റെയിൽവേ പോലീസിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിനാണോ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ? എന്നാ പിന്നെ അതുകൂടി പറയും. ആ സസ്പെൻഷൻ ഉത്തരവ് ഞാൻ അങ്ങോട്ട് തങ്ങയ്ക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വായിച്ചോളൂന്നേ. അത് താങ്കൾ തന്നെ ഈ ചർച്ചയിൽ വായിച്ചോളൂ. ഞാൻ വായിക്കുന്നില്ല. ഞാൻ വല്ല നുണക്കഥ അവതരിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമൊന്നും വേണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് അയച്ചു തരുമ്പോൾ വായിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. അല്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായാൽ റെയിൽവേ പോലീസിൽ ഇരിക്കുമ്പോൾ ചെയ്ത എന്തെങ്കിലും വീഴ്ചകൾക്കോ കൃത്യവിലോപത്തിനോ അല്ലല്ലോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഓക്കെ, സമ്മതിച്ചു. അതിവിടെ നിർത്തുന്നു. ബാക്കി ചർച്ചകൾ പിന്നാലെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഈ പേരാമ്പ്ര സംഭവത്തിൽ എന്താ സംഭവിച്ചത്? ഈ ലോ ആൻഡ് ഓർഡർ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ആർക്കാണ്? 2 ഡിവൈഎസ്പിമാർക്ക്, 6 CI-മാർക്ക്, 11 സബ് ഇൻസ്പെക്ടർമാർക്ക്, 105 പോലീസുകാർക്കും. ഇവർക്കാണ് പേരാമ്പ്ര സംഭവത്തിൽ ലോ ആൻഡ് ഓർഡർ ചുമതല ഉണ്ടായിരുന്നത്. അതിൽ ഈ പേരുകാരൻ ഇല്ല. അതറിയുമോ? ഈ പേരുകാരൻ ആരോപിക്കപ്പെടുന്ന അഭിലാഷ് ഡേവിഡിന്റെ പേരുകാരൻ ഇല്ലെന്നേ. പിന്നെ എങ്ങനെയാണ് ഇത്രയും പേരിൽ ഈ പേര് മാത്രം തിരഞ്ഞു പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ല. ഇതിന് ഓൺ റെക്കോർഡാണ്. ഇതൊക്കെ ഉണ്ട്. തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ചർച്ചയിൽ വേണ്ട, ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. അപ്പോ രാഷ്ട്രീയ പ്രേരിതമായി ആരോപണം ഉന്നയിക്കരുതെന്നൊരു MP-യോട് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് പരിക്കേറ്റതാണ്. ആ പരിക്ക് എനിക്ക് ഖേദമുണ്ടെന്ന് മാത്രമല്ല, പോലീസിന്റെ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പൗരനാണ് ഞാൻ. ആ പ്രതിഷേധം ഇവിടെയും രേഖപ്പെടുത്തുന്നു. പക്ഷേ MP ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഇക്കാര്യം അത് രാഷ്ട്രീയമായ ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയമായ ചില പരത്തിപ്പറയൽ മാത്രമാണ്. അതിൽ വസ്തുതകൾക്ക് പകരം ഉണ്ടായത് ഭാവനാവിലാസങ്ങളാണ്. അതിനവസാനം അടിവരയിടുന്നത് എങ്ങനെയാണ്? മീഡിയ റിപ്പോർട്ട്സ് ആണ്. അപ്പൊ മീഡിയ ഭാവനാവിലാസത്തിന് പിന്നിലെ പോകുന്നവരാണെന്നൊന്നും ഒരു പരോക്ഷമായ വ്യംഗ്യമായ സൂചന അടങ്ങിയിരിക്കുന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല. ഇത് ഞാനും ചെയ്യുന്ന പണിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു MP പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വിയോജിപ്പ് തന്നെയാണ്. ശരി, ഓക്കെ, അതാണല്ലോ താങ്കളുടെ വിയോജിപ്പ്.